ഇതുവരെ സിപിഎമ്മിന് മാത്രം അവകാശപ്പെടാൻ കഴിയുമായിരുന്ന മലമ്പുഴ മണ്ഡലം സിപിഎമ്മിന് നഷ്ടപ്പെടാൻ പോകുന്നു എന്ന സൂചനകൾ പുറത്തുവരികയാണ്. അതായത് സിപിഎം എന്ന പാർട്ടി അതിന്റെ ഏറ്റവും വലിയ ആശയ ദാരിദ്ര്യത്തിലും ജീർണതയിലും എത്തി നിൽക്കുമ്പോൾ ഒരു തൊഴിലാളി മണ്ഡലമായ മലമ്പുഴ ഒന്ന് മാറ്റി ചിന്തിക്കുകയാണ്. അതിനായി അവർ കമ്മ്യൂണിസത്തെ ബലി കൊടുക്കുകയല്ല, മറിച്ച് VS അച്യുതാനന്ദൻ എന്ന നേതാവിനെ ഹൃദയത്തിൽ വെച്ച് പൂജിക്കുന്ന ആളുകളാണ് മലമ്പുഴക്കാർ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയെ UDF സ്ഥാനാർത്ഥിയായി വിജയിപ്പിക്കാനാണ് മലമ്പുഴയുടെ തീരുമാനം. സ്വന്തം തട്ടകമായ മാരാരിക്കുളത്ത് പോലും തോറ്റുപോയ VS അച്യുതാനന്ദൻ ഒന്നും നോക്കാതെ ഓടിപ്പോയി അഭയം പ്രാപിച്ചത് മലമ്പുഴ മണ്ഡലത്തിലാണ്. അവിടെ നിന്നാണ് VS കേരളത്തിന്റെ മുഖ്യമന്ത്രിയായതും പ്രതിപക്ഷ നേതാവായതും. കണ്ണൂരിലെ മണ്ഡലങ്ങളെ പോലും VS ഭയന്നപ്പോൾ അത്രയ്ക്കും CPMന്റെ കാലുവാരൽ രാഷ്ട്രീയം ഇല്ലാത്ത മണ്ഡലമായിരുന്നു മലമ്പുഴ. പക്ഷേ ഇപ്പോൾ അവിടെ CPMന്റെ ശക്തി വളരെയധികം ക്ഷയിച്ചുവെന്ന കാര്യം ഉറപ്പായതോടെ അപ്പോൾ VS അച്യുതാനന്ദന്റെ പഴയ സെക്രട്ടറി ആയിരുന്ന സുരേഷിനെ UDF സ്ഥാനാർത്ഥിയാക്കുന്നത്. അതായത് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ CPM എന്ന പാർട്ടി കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും പാർട്ടിയാവുകയും മുതലാളിത്തത്തിന് വഴിമാറുകയും ചെയ്തിരിക്കുകയാണ്. യഥാർത്ഥ ഇടതുപക്ഷമായി UDF മാറുകയും ചെയ്തിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ തൊഴിലാളികളുടെ മാത്രം കോട്ടയെന്ന് വിശേഷിപ്പിക്കുന്ന മലമ്പുഴയും മാറ്റി ചിന്തിക്കുകയാണ്. അത് വ്യക്തമായി മനസ്സിലായതോടെയാണ് ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥിയായി VSന്റെ ശിഷ്യനും സന്തത സഹചാരിയും പ്രൈവറ്റ് സെക്രട്ടറിയുമായിരുന്ന സുരേഷിനെ തന്നെ UDF കണ്ടെത്തിയത്. ഇതിലെ പ്രധാന കാരണം എന്ന് പറയുന്നത് മലമ്പുഴക്കാർ ആരും തന്നെ കമ്മ്യൂണിസ്റ്റുകാർ അല്ലാതാവുന്നില്ല. അവരുടെ ഹൃദയത്തിലെ നേതാവായി ഇന്നും VS അച്യുതാനന്ദൻ തന്നെയാണുള്ളത്. പക്ഷേ ഇന്നത്തെ പിണറായി കമ്മ്യൂണിസത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടവർ VSന്റെ ശിഷ്യനിലൂടെ UDFനെ പിന്തുണയ്ക്കാൻ പോവുകയാണ്. അതിന്റെ സൂചനകൾ ലഭിച്ചതിന് ശേഷമാണ് UDF നേതാക്കൾ സുരേഷിനെ സമീപിച്ചത്. ഇപ്പോൾ CPMന്റെ പ്രഭാകരനാണ് മലമ്പുഴ MLA. സുരേഷ് ആണെങ്കിൽ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. അതായത് ഇപ്പോഴും ഇടതുപക്ഷ അനുഭാവിയായി തുടരുന്നയാളാണ് താനെന്നും മറ്റൊരു പാർട്ടിയിലേക്ക് ചേരാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും സുരേഷ് പറഞ്ഞുവെങ്കിലും ഇന്നത്തെ കമ്മ്യൂണിസത്തിന് ഒരു പണി കൊടുക്കാൻ തന്റെ സ്ഥാനാർത്ഥിത്വം ആവശ്യമാണെന്നും കരുതുന്നുണ്ട്. അച്യുതാനന്ദനെ രാഷ്ട്രീയപരമായി ഇല്ലാതാക്കാനായിരുന്നു പിണറായി വിജയന്റെ തീരുമാനം. അതിനായി സ്വരാജ്, ജോൺ ബ്രിട്ടാസ് തുടങ്ങിയ യുവ നേതാക്കളെ ഉപയോഗിച്ച് VSനെ തെറി വിളിപ്പിച്ചു, പലയിടത്തും അപമാനിച്ചു, സീറ്റ് നൽകാതെ പരിഹസിച്ചു, ജനങ്ങളിടപെട്ട് സീറ്റ് നൽകി. അതുകൊണ്ടൊന്നും അരിശം തീരാഞ്ഞിട്ട് ഈ VSന്റെ PA ആയിരുന്ന സുരേഷിനെതിരെയും തിരിഞ്ഞു. എല്ലാ കമ്മിറ്റികളിൽ നിന്നും തരം താഴ്ത്തിയ അവസാനം എല്ലാ ജോലിയും കളഞ്ഞപ്പോഴാണ് ജീവിക്കാൻ അദ്ദേഹം ഗൾഫിലേക്ക് പോയത്. അങ്ങനെയുള്ള പിണറായി കമ്മ്യൂണിസത്തെ തകർക്കാൻ കിട്ടുന്ന അവസരം സുരേഷ് പാഴാക്കുമെന്ന് കരുതുന്നില്ല എന്ന് മാത്രമല്ല, അച്യുതാനന്ദൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഈ പിണറായി സംഘത്തെ ചൂലെടുത്ത് മുഖത്തടിക്കുമായിരുന്നു എന്ന് പറയുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രതിനിധിയായി സുരേഷ് മലമ്പുഴയിൽ മത്സരിക്കാൻ പോവുകയാണ്. കമ്മ്യൂണിസത്തെ തകർക്കാനും മുതലാളിത്ത ചങ്ങാത്തം കൂടാനും ആദ്യം VS അച്യുതാനന്ദനെ തകർക്കണമെന്ന് തീരുമാനിച്ച പിണറായിക്കും കണ്ണൂർ ലോബിക്കും വലിയ തിരിച്ചടി നൽകാനാണ് VS തന്നെ സ്വന്തം സ്ഥാനാർത്ഥിയായി സുരേഷ് പോകുന്നതെന്ന് പറയേണ്ടി വരും. അതാണ് മലമ്പുഴ ഇനി കാണാൻ പോകുന്നത്.